ഗ്രീറ്റിംഗ്സ് ഫ്രം ദ ത്രോൺ ഓഫ് ഗ്രേസ്. നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു സംശയമുണ്ട്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ? എനിക്ക് ഉത്തരം ലഭിക്കുമോ? ഈ ഒരു സംശയം പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, യേശു കർത്താവ് ഗന്നസറത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുകയാണ്. അവിടെ വെച്ച് പുരുഷാരം ദൈവവചനം കേൾക്കാൻ വേണ്ടി യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടെ 2 പടക് അവിടെ കരയ്ക്കടുത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിലേക്ക് അത് ശിമോൻ പത്രോസിൻ്റെ പടകാണ്. അതിലേക്ക് കർത്താവ് കയറിയിട്ട് അത് പത്രോസിനോട് പറഞ്ഞു, ഈ കരയിൽ നിന്ന് അല്പം ഒന്ന് നീക്കിയിടാൻ പറഞ്ഞു. അതുപോലെ പത്രോസ് അതുപോലെ ചെയ്തു. എന്നിട്ട് ആ പടകിനകത്തിരുന്നുകൊണ്ട് യേശു പുരുഷാരത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തെ പത്രോസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ രാത്രി മുഴുവനും പത്രോസ് അധ്വാനിച്ചു. മീൻപിടുത്തത്തിന് വലയിറക്കി മീൻപിടുത്തത്തിനുള്ള ശ്രമം നടത്തി രാത്രി മുഴുവനും. എന്നാൽ ഒന്നും തന്നെ കിട്ടിയില്ല. രാവിലെ ആയപ്പോൾ പൂർണ്ണ പരാജയത്തോടെ ഇറങ്ങി വല കഴുകി ഉണക്കാനിട്ട് അവിടെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ യേശു കർത്താവ് വരുന്നതും പടക് ചോദിക്കുന്നതും. പത്രോസിൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യവും ഇന്ന് നടക്കത്തില്ല, താൻ വലിയൊരു പരാജയത്തിൽ നിൽക്കുകയെന്ന്. ആവശ്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നു, മനസ്സ് വേദനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ കർത്താവ് പടകിനകത്തിരുന്ന് മനുഷ്യരോട് ഉപദേശിക്കുകയാണ്. തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുക, ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, തൻ്റെ ദൗത്യം നിർവഹിക്കുക. പത്രോസിനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ സംസാരം കഴിഞ്ഞ ഉടനെ തന്നെ പത്രോസിൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞിട്ട് പറയുക, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തും, ഈ പുരുഷാരത്തോട് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തും പത്രോസിൻ്റെ മനസ്സറിഞ്ഞ ഒരു കർത്താവ്. പത്രോസ് ചോദിച്ചില്ല, പത്രോസിൻ്റെ അവസ്ഥയൊന്നും അവിടെ വെളിപ്പെടുത്തിയില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എന്നെ സഹായിക്കണം എന്നോ അല്ലെ എനിക്കൊരു ഹെൽപ്പ് വേണമെന്നൊന്നും പറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ശിമോൻ പത്രോസിനേക്ക് തിരിഞ്ഞ് ഒരു ഡയറക്ഷൻ കൊടുത്തു. അതിനകത്തുനിന്ന് കിട്ടിയ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ വല പൊട്ടിപ്പോകുമാറ്, പടക് മുങ്ങുമാറ്, 2 പടക് മുങ്ങുമാറ് ഉള്ള വലിയ ഒരു മീൻപിടുത്തം കർത്താവ് കൊടുത്തു. തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്, യേശു അവിടെ ഇരിക്കുമ്പോൾ, പട്ടണത്തിലിരിക്കുമ്പം കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയും. സൗഖ്യം വേണമെന്ന് ചോദിക്കാൻ പോലും അങ്ങോട്ട് ധൈര്യമില്ല. കാരണം ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്, സമൂഹത്താൽ ത്യജിക്കപ്പെട്ട മനുഷ്യനാണ് ഒരു കുഷ്ഠരോഗി. ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിയപ്പെടുന്ന ആളാണ്. അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയെ തന്നെ നടക്കുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നേച്ച് സൗഖ്യത്തിന് ചോദിക്കുന്നെങ്കിലും മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്നേ പറഞ്ഞുള്ളൂ. സൗഖ്യമാക്കണേ എന്ന് പോലും ചോദിക്കാതെ മടിച്ചു നിൽക്കുകയാണ്. ഈ കുഷ്ഠരോഗിയുടെ അടുക്കൽ കർത്താവ് ചെന്നു. യേശുവിൻ്റെ അടുക്കൽ അനേക രോഗികളെ കൊണ്ടെത്തിയിട്ടുണ്ട്. രോഗികളായിട്ടും പലവിധമായ ഭൂതം ബാധിച്ചവരും അങ്ങനെ ഒരുപാട് പേരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാറുണ്ട്. എല്ലാവരെയും തൻ്റെ ഒരു വാക്കിനാൽ രോഗങ്ങളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അങ്ങനെ ജനത്തെ വിടുവിക്കുന്ന യേശു. നമുക്കറിയാം, ലാസറിൻ്റെ കല്ലറയുടെ പുറത്ത് 4 ദിവസമായി കല്ലറയിൽ വെച്ച് നാറ്റം വെച്ച് തുടങ്ങിയ ശവശരീരം, അതിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ലാസറെ പുറത്തു വാ എന്ന ഒരൊറ്റ വാക്കിൽ മരിച്ച ലാസർ ജീവനോടെ പുറത്തു വന്നു. അതുപോലെ നമുക്കറിയാം, ശതാധിപൻ തൻ്റെ ഭവനത്തിൽ ഒരു വിടുതൽ വേണം, ഒരു സൗഖ്യം വേണം. യേശു പറഞ്ഞു, ഞാൻ വരാം, നിൻ്റെ ഭവനത്തിൽ വരാമെന്ന് പറയുമ്പോൾ ശതാധിപൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, നീ അധികാരമുള്ള ഒരു വ്യക്തിയാണ്, നീ ഒരു വാക്ക് സംസാരിച്ചാൽ, ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭവനത്തിൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നോളും, നിൻ്റെ അധികാരം എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ നാം കാണുന്നുണ്ട് യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി. ഈ കുഷ്ഠരോഗിയുടെ അടുത്ത്
ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ കുഷ്ഠരോഗി സൗഖ്യമാകും. പക്ഷേ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. യേശു അടുത്ത് ചെന്ന് കൈ നീട്ടി അവനെ തൊട്ടു. എന്നിട്ടാ പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം, സൗഖ്യമാകാം. യേശുവിനറിയാം ആ കുഷ്ഠരോഗിക്ക്, സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, തള്ളപ്പെട്ട ആ വ്യക്തിക്ക് സൗഖ്യം പോലെ തന്നെയോ അതിലപ്പുറമോ ആവശ്യമായിരുന്നു ഒരു റെക്കഗ്നീഷൻ, ഒരു അപ്രൂവൽ. കർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹസ്പർശം ആ കുഷ്ഠരോഗിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ന് വരെ തള്ളപ്പെട്ട ആ അവസ്ഥയിൽ മറന്നു പോകുന്ന പോലെ, ആ അവസ്ഥയെ മറന്നു പോകുന്നത് പോലെയുള്ള ഒരു സ്നേഹസ്പർശം നാഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അവൻ്റെ സൗഖ്യം, ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം മാത്രമല്ല, ശാരീരികമായ സൗഖ്യം മാത്രമല്ല, എല്ലാ മാനസികവും ഇമോഷണലും ഒക്കെ ആയിട്ടുള്ള ഒരു വിടുതൽ, ഒരു വലിയ ഒരു ഡെലിവറൻസ് അന്ന് ലഭിക്കുവാനിടയായി. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, യേശു ഗലീലക്കടലിനരികെ ആയിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മലയിൽ കയറി അവിടെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ, അങ്ങനെ പലരെയും കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ വെച്ചു. ഇത് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ എല്ലാം യേശു സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നു, കൂനർ സൗഖ്യമാകുന്നു, മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു. അങ്ങനെ വലിയ മിറക്കിൾസ് നടന്നുകൊണ്ടിരിക്കുക. പുരുഷാരം അത്ഭുതപ്പെട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ വിടുതല ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ പുരുഷാരം എൻ്റെ അടുക്കൽ ആയിരിക്കുക, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലല്ലോ. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കാൻ സാധ്യതയുണ്ട് യേശു പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. യേശു പറഞ്ഞതാ. അത് ഭക്ഷിപ്പാൻ കൊടുക്കുകയും ചെയ്തു. അത് അവർക്ക് വേണ്ടിയത്, ഈ ഹീലിംഗ് കിട്ടിയത് തന്നെ അവർക്കൊരു വലിയ കാര്യമാണ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് കിട്ടിയ വിടുതൽ, രോഗസൗഖ്യം എന്ന് പറയുന്നത് അവർക്ക് വളരെ വലുതാണ്. എന്നാലും കർത്താവ് പറയാം, എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ വഴിയിൽ വെറുതെ വിട്ടു പോകുവാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാതെ എനിക്ക് വിടാൻ മനസ്സില്ല. അവരോട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവർ തളർന്നു പോയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ഭക്ഷണം കൊടുത്തു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പത്രോസ് ഒരിക്കലും കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞില്ല, എൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞില്ല. അതുപോലെ കുഷ്ഠരോഗി, എനിക്കൊന്ന് കർത്താവെ, എല്ലാവരും എന്നെ തള്ളപ്പെട്ടിരിക്കുന്ന, എൻ്റെ മനസ്സ് വളരെ അവഗണിക്കപ്പെട്ട തകർന്ന അവസ്ഥയിലാണെന്ന് കുഷ്ഠരോഗി പറഞ്ഞില്ല. ഈ രോഗികളും ഇവിടെ കൂടിയ, മരുഭൂമിയിൽ കൂടിയ പുരുഷാരം ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞില്ല. കർത്താവ് അറിഞ്ഞു ചെയ്തതാ. കർത്താവ് ദൈവപുത്രൻ ഇതെല്ലാം അറിഞ്ഞു കൊടുക്കുകയായിരുന്നു. അവർ ചോദിച്ചിട്ടല്ല ഇതൊന്നും കൊടുത്തത്. എങ്കിൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും നമ്മളെ കർത്താവ് മറന്നു കളയുമോ? ഒരിക്കലുമില്ല. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരമുണ്ട്. കർത്താവ് വലിയ ഉത്തരങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും കരുതി വച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ ഇരിക്കാം. താങ്ക് യു.